എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2026 ജൂലൈ 18-ന് PSC നടത്തിയ 10th പ്രിലിമിനറി എക്സാമിലെ സ്റ്റേജ് 1 and 2-ലെ കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2025-ലെ ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായതാര്? ഉത്തരം ഓപ്ഷൻ ഡി, EP രാജഗോപാൽ. അപ്പോൾ 2025-ലെ ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് EP രാജഗോപാലാണ്. ഉൾക്കഥ എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് 2025-ലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. 2024-ലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? K അരവിന്ദാക്ഷനാണ് 2024-ലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. ഗോപ എന്ന നോവലിനാണ് അദ്ദേഹത്തിന് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കേരള സർക്കാരിൻ്റെ പരമോന്നത കായിക ബഹുമതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, GV രാജ അവാർഡ്. GV രാജ അവാർഡാണ് കേരള സർക്കാരിൻ്റെ പരമോന്നത കായിക ബഹുമതി. ഇതുമായി ബന്ധപ്പെട്ട് 1-2 പോയിന്റ്സും കൂടി പറയാം. GV രാജയാണ് കായിക കേരളത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഒക്ടോബർ 13 കേരള കായിക ദിനമായി ആചരിക്കുന്നത്. ഇപ്പോഴത്തെ കേരള കായിക വകുപ്പ് മന്ത്രിയാണ് OJ ജനീഷ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഓർത്തു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, 16-ാം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നതെന്ന്? ഉത്തരം ഓപ്ഷൻ ബി, 2026 ഏപ്രിൽ 9. 2026 ഏപ്രിൽ 9-നാണ് 16-ാം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് അനുബന്ധ വിവരങ്ങൾ കൂടി പറയാം. കേരളത്തിൽ 2026-ൽ നടന്നത് 16-ാമത്തെ നിയമസഭയാണ്. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 2026 മെയ് 21-നാണ്. നിലവിൽ കേരള നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 140 ആണ്. അപ്പോൾ ഇത്രയും വിവരങ്ങൾ ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം, രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തു നിന്നുള്ള വ്യക്തിയാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഒഡീഷ. ഒഡീഷ സംസ്ഥാനത്തു നിന്നുള്ള വ്യക്തിയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് കൂടി നോക്കാം. ഇന്ത്യയുടെ 15-ാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. 2ാമത്തെ വനിതാ രാഷ്ട്രപതി. ഗോത്രവർഗത്തിൽ നിന്ന് വരുന്ന ആദ്യത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. 2015-ൽ ജാർഖണ്ഡിലെ ആദ്യ വനിതാ ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കൂടാതെ രാഷ്ട്രപതി പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ദ്രൗപദി മുർമു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ജനിച്ച ആദ്യ രാഷ്ട്രപതി. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ദ്രൗപദി മുർമുമായി ബന്ധപ്പെട്ട് ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ഓപ്ഷൻ ബി, കൊൽക്കത്ത. കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 നടന്നത് എവിടെ? ഉത്തരം ഓപ്ഷൻ എ, ബാംഗ്ലൂർ. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ കൂടി നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ AI വകുപ്പ് മന്ത്രിയെ നിയമിച്ച സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ AI വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. കേരളത്തിലെ ആദ്യ AI ഇന്നൊവേഷൻ സെൻറ്റർ നിലവിൽ വരുന്നത് കോഴിക്കോടാണ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഇതുമായി ബന്ധപ്പെട്ട് ഓർത്തു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, വി ഹരിനായർ. വി ഹരിനായരാണ് സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ കൂടി നോക്കാം. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ശ്രീ രാജ്കുമാർ ഗോയലാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. നിലവിലെ കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ P സതീദേവിയാണ്. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയ് കിഷോർ രഹത്കർ. അപ്പോൾ ഇത്രയും വിവരങ്ങൾ കൂടി ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം, ആസാമിൽ നടന്ന 79-ാമത് സന്തോഷ് ട്രോഫി കിരീടം നേടിയതാര്? ഉത്തരം ഓപ്ഷൻ ബി, സർവീസസ്. സർവീസസ് ആണ് 79-ാമത് സന്തോഷ് ട്രോഫി കിരീടം കരസ്ഥമാക്കിയത്. ഫൈനലിൽ കേരളത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അവർ കിരീടം സ്വന്തമാക്കിയത്. അടുത്ത ചോദ്യം, കേരളത്തിലെ നിയമവകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, VD സതീശൻ. VD സതീശനാണ് കേരളത്തിലെ നിലവിലെ നിയമവകുപ്പ് മന്ത്രി. കേരളത്തിലെ നിലവിലെ മന്ത്രിമാരും അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളും ഏതൊക്കെയാണെന്ന് ഈ ചാനലിൽ തന്നെ മുമ്പൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇനി VD സതീശൻ്റെ മണ്ഡലം ചോദിച്ചാൽ അത് പറവൂരാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ എത്തനോൾ ഉപയോഗിച്ച് ഓടുന്ന കാർ ആദ്യമായി പുറത്തിറക്കിയത് ഏത് കമ്പനിയാണ്? ഉത്തരം ഓപ്ഷൻ ബി, മാരുതി സുസുക്കി. മാരുതി സുസുക്കിയാണ് ഇന്ത്യയിൽ എത്തനോൾ ഉപയോഗിച്ച് ഓടുന്ന കാർ ആദ്യമായി പുറത്തിറക്കിയത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി വയോജന വകുപ്പ് ആരംഭിച്ച സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ സി, കേരളം. കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി വയോജന വകുപ്പ് ആരംഭിച്ചത്. കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ അഡ്വക്കേറ്റ് K സോമപ്രസാദ് ആണ്. ഇനി കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ആസ്ഥാനം അത് തിരുവനന്തപുരമാണ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഇതുമായി ബന്ധപ്പെട്ട് ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം, 2020-ൽ രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം ഓപ്ഷൻ ഡി, നഞ്ചിയമ്മ. നഞ്ചിയമ്മയ്ക്കാണ് 2020-ലെ രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം, വിനയൻ എഴുതി സംവിധാനം ചെയ്ത 2022-ലെ 19-ാം നൂറ്റാണ്ട് എന്ന സിനിമ ആരുടെ ജീവിതകഥയെ ആസ്പദമാക്കി നിർമ്മിച്ചതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ആക്ടർ സിജു വിൽസൺ ആണ് ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ക്യാരക്ടർ ചെയ്തത്.
അടുത്ത ചോദ്യം. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന 370 വകുപ്പ് റദ്ദാക്കിയതെന്ന്? ഉത്തരം ഓപ്ഷൻ ബി 2019 ഓഗസ്റ്റ് 5. 2019 ഓഗസ്റ്റ് 5-നാണ് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന 370 വകുപ്പ് റദ്ദാക്കിയത്. അടുത്ത ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ശ്രീ ഭരത് ലാൽ. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഫാക്ട്സ് കൂടി നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യൻ. കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. അടുത്ത ചോദ്യം. സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് ഫ്രണ്ട്സ് എന്ന സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി കേരളം. കേരളമാണ് ജനങ്ങൾക്ക് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് ഫ്രണ്ട്സ് എന്ന സംവിധാനം നടപ്പിലാക്കിയത്. അടുത്ത ചോദ്യം. കേരളത്തിലെ ഇപ്പോഴത്തെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും തന്നിരിക്കുന്നു. അവയിൽ തെറ്റായ ജോഡി ഏത്? ഉത്തരം ഓപ്ഷൻ എ രമേശ് ചെന്നിത്തല ധനകാര്യം. ഇതാണ് തന്നിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ളത്. രമേശ് ചെന്നിത്തല നമ്മുടെ നിലവിലെ ആഭ്യന്തരമന്ത്രിയാണ്. ധനകാര്യം കൈകാര്യം ചെയ്യുന്നത് BD സതീശനാണ്. അപ്പോൾ കേരളത്തിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും കറണ്ട് അഫയേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അത് ഒരു ഷുവർ ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പോൾ കേരളത്തിലെ നിലവിലെ മന്ത്രിമാരും അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളും എന്തായാലും പഠിച്ചിട്ട് പോകണം. അടുത്ത ചോദ്യം. കേരളത്തിലെ 16ാം നിയമസഭയിലെ ആഭ്യന്തരമന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ സി രമേശ് ചെന്നിത്തല. അപ്പോൾ കേരളത്തിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും എന്ന വിഭാഗത്തിൽ നിന്ന് 3ാമത്തെ ക്വസ്റ്റ്യനാണ് ഇത് വരുന്നത്. അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, എന്തായാലും പഠിച്ചിട്ട് പോവുക. അടുത്ത ചോദ്യം. ഗംഗ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട പദ്ധതി താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി നവാമി ഗംഗ. നവാമി ഗംഗയാണ് ഗംഗാ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട പദ്ധതി. അപ്പോൾ ഇത്രയും കറണ്ട് അഫയേഴ്സ് ആണ് ഈ 2 ഘട്ടങ്ങളിലായി ചോദിച്ചിട്ടുള്ളത്. കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ് കൂടി പഠിക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ PSC റിലേറ്റഡ് വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.